ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി. സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ, എന്റെ സ്വന്തം കണ്ണൻ ചേട്ടൻ. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ കണ്ണൻ ചേട്ടനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പോവുക. കണ്ണൻ ചേട്ടനെ പറ്റി മാത്രമല്ല, കണ്ണൻ ചേട്ടന്റെ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോയിൽ താരമായിട്ട് നമ്മുടെ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയിൽ ഉണ്ടായിരുന്ന ശ്രീവിദ്യ മുല്ലച്ചേരി എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും സംഗതി എന്താന്ന്. കുറെ പേർക്കൊക്കെ ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം ഈ ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ കല്യാണമായിരുന്നു. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയും വരനും കൂടെ ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഈ ഓൺലൈൻ മീഡിയയിലെ ഒരു പയ്യൻ ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് അതായത് ഓൺലൈൻ മീഡിയാസിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് കല്യാണം കവർ ചെയ്യിക്കാനായിട്ട് അകത്തേക്ക് എൻട്രി തന്നില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നു, ചെറിയൊരു സംസാരം അവിടെ നടക്കുന്നു. അതിനുശേഷം അവര് പോയി നമ്മുടെ സായി അണ്ണൻ ഇതെടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ ശ്രീവിദ്യയൊക്കെ കണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം അവരുടെ റിസപ്ഷൻ ആയിരുന്നു. അവിടെ ഓൺലൈൻ മീഡിയാസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന ഓൺലൈൻ മീഡിയാസിനോട് സായി ചെയ്ത ഈ ഒരു വീഡിയോയെ പറ്റി അവര് സംസാരിക്കുന്നുണ്ട്. അതായത് സായി വളരെ മോശമായിട്ട് പറഞ്ഞു കുറെ കാര്യങ്ങൾ എന്ന രീതിയിലാണ് അവര് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ ഇതിനകത്ത് സായിയെ കുറ്റം പറയാനൊന്നും പോകുന്നില്ല. അതും പ്രതീക്ഷിച്ച് ആരും ഈ വീഡിയോ കാണണ്ട. പക്ഷെ സായിക്ക് പറ്റിയ കുറച്ച് മണ്ടത്തരമുണ്ട്. അണ്ണൻ ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് 1-2 മണ്ടത്തരങ്ങൾ അണ്ണന്റെ വായിന്ന് വീണു. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാനാണ് ഏറ്റവും ആപ്റ്റ് എന്ന് എനിക്ക് തോന്നി. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ മീഡിയാസ് ഈ ഫോൺ എടുത്തോണ്ട് ഇങ്ങനെ നടന്മാരുടെയും നടിമാരുടെയും പുറകെ പോയി വീഡിയോ എടുക്കുന്ന പരിപാടിയില്ലേ, അത് ഇച്ചിരി എളുപ്പം പരിപാടിയാണെന്നാണ് ഇവിടെ പലരും വിചാരിച്ചിരിക്കുന്നത്. അവരെ പുച്ഛിക്കുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. അതായത് ഞാനും ഈ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് കാണുന്ന, അതായത് ഇപ്പം ഞാൻ വേണമെങ്കിൽ 1-2 ചാനൽസിന്റെ പേര് പറയാം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വേണമെങ്കിൽ 1-2 ചാനൽസ് പേര് ഞാൻ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ചാനലൊക്കെ. ഒന്ന് നീലക്കുയിൽ, പിന്നെ ഒന്ന് സെലി സ്പോട്ട്. ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളുടെയാണ്. ഇവർക്കൊക്കെ വേണ്ടി വീഡിയോ എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, എനിക്കത് പറയുന്നതിനകത്ത് ഒരു മടിയില്ല. കാരണം ഒരു ചെറിയ ജോലിയൊന്നും അല്ലത്. കുറെ പേര് വന്നിരുന്ന് പറയും, എന്ത് പണിയാണ് അതിനൊക്കെ, എളുപ്പമല്ലേ, ചുമ്മാ കുറെ അവരുടെ പുറകെ നടക്കും. എൻ്റെ പൊന്നുമോനെ, ഇച്ചിരി കഷ്ടപ്പെട്ടുള്ള പണി തന്നെയാണ്. മനസ്സിലായില്ലേ? ഇച്ചിരി കഷ്ടപ്പെട്ട പണിയാണ്. വെറുതെ അങ്ങോട്ട് ചെന്ന് നടക്കാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യം കോണ്ടാക്ട് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടും ഒക്കെ വേണം ഇവരോട് പോയി ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ. അല്ല ചുമ്മാ ഇതും പിടിച്ചോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്നും കയറാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ടൈറ്റിൽ ഇടുന്നത് അതും ഒക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുകൊണ്ടാണ് ആളുകൾ ഇത് കാണാനിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനകത്ത് ഒന്ന് തെറിക്കമന്റ് ആണെങ്കിലും ഇടുന്നത്? കാണാതിരുന്നാ പോരെ, സ്ക്രോൾ ചെയ്ത് വിടണം. ഇല്ലെങ്കിൽ കമന്റ് ഇടാതിരുന്നാ പോരെ? പറ്റത്തില്ലല്ലോ, നമുക്ക് ഇട്ടേ പറ്റൂ. അതാണ് ടിപ്പിക്കൽ മലയാളീസിന്റെ ഒരു തലയിൽ വെച്ചിട്ട് അവരുടെ ഒരു മെന്റാലിറ്റി അങ്ങനെയാ. അതപ്പം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതേ, അത്രേ ഉള്ളൂ. ഈ ഓൺലൈൻ മീഡിയയിലുള്ളവർക്കും ജീവിക്കണ്ടേ? വേണ്ടേ? നീയൊക്കെ ഇപ്പൊ ഈ കാണുന്ന, ഇത് എന്റെ വീഡിയോ കാണുന്ന ഒരാളെ ഞാൻ ചെറുതായിട്ട് കാണുകയല്ല. ഇവിടെ നിങ്ങളിൽ പലരും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഇത്രയും വൃത്തികെട്ട പണി. എന്ത് വൃത്തികെട്ട പണിയാ ഇത്? ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും, അത്രേ ഉള്ളൂ. അതാദ്യമേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഈ കല്യാണ ദിവസം മാധ്യമങ്ങൾ അതിനകത്ത് ഒരു പയ്യൻ ചോദിച്ച ആ ഒരു ചോദ്യവും എല്ലാം അണ്ണൻ തന്നെ അണ്ണന്റെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മീഡിയക്കാരെ മൊത്തം ഒഴിവാക്കിയ ചേട്ടാ, മീഡിയക്കാരെ ഒഴിവാക്കിയതല്ല. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സാണ്. നിങ്ങൾക്ക് അറിയാം, എന്നെ ഒരുപാട് അറിയുന്നതാണ്. ഓർത്തഡോക്സിന്റെ മാത്രമല്ല, അവര് ഭയങ്കര പാനിക്കായി കംഫർട്ട് ആയിരിക്കില്ല. ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ സുരേഷ് ഗോപി സാർ വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി റീസൺ നിങ്ങൾക്ക് അല്ല, ഞങ്ങൾക്ക് മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു. ലിസ്റ്റ് ആൾക്കാരെ കയറ്റുന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ? അത് അറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത്. നിങ്ങൾ മാറാം.
എല്ലാത്തിനും ഉത്തരം പറഞ്ഞില്ലേ? അപ്പോ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. നിങ്ങളത് കണ്ടല്ലോ, ശ്രീവിദ്യയുടെ മുഖമൊക്കെ അങ്ങ് മാറിപ്പോയി. അപ്പൊ അവിടെ ഇന്ന് ചോദിച്ച പയ്യൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ കുറെ ആയി ഈ ഒരു ചാനൽസിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ട്. ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് തോന്നുന്നൊരു 3-4-5 മാസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ പോയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ പറയാൻ വരുന്ന ആദ്യത്തെ ഒരു കാര്യം ഈ പയ്യനോടാണ്. ഈ പയ്യൻ അവിടെ ഇന്ന് ശ്രീവിദ്യയോട് ചോദിക്കുന്നുണ്ട്, അതായത് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടല്ലേ ഞങ്ങൾ വന്നതെന്നുള്ളത്. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഓൺലൈൻ മീഡിയക്കാരെ കല്യാണം കവർ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ശ്രീവിദ്യ. അതായത് കല്യാണത്തിന് വരിക, നിങ്ങൾ ഫോട്ടോ, അത് എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഈ സ്റ്റാർ മാജിക്കിന് തൊട്ട് കുറച്ച് നാളുകൾക്ക്, എനിക്ക് തോന്നുന്നു 1 മാസത്തിന് മുമ്പോ 1-2 മാസത്തിന് മുമ്പ് സ്റ്റാർ മാജിക്കിൽ തന്നെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ പേര് മറന്നുപോയി. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഓൺലൈൻ മീഡിയകളെല്ലാം ചെന്നപ്പോഴത്തേക്ക് ശ്രീവിദ്യ എടുക്കുക കല്യാണക്കാരും ചോദിച്ചപ്പം അവിടെ തന്നെ വെച്ച് ശ്രീവിദ്യ പറയുന്നുണ്ട്, എന്റെ കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും വരണം, പക്ഷെ ക്യാമറയും കൊണ്ടൊന്നും വരണ്ട, നിങ്ങൾ വരിക, ഭക്ഷണമൊക്കെ കഴിക്കുക, പോവാന്നുള്ള രീതിയിൽ അവൾ അന്നേ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിൽ പോലും ഈ ഒരു ഫംഗ്ഷൻ അവൾ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അകത്ത് കയറി കല്യാണം കവർ ചെയ്യാനായിട്ട് ഒരു മീഡിയക്കാരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ മീഡിയാസിന് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിനകത്താണ് ഇവർ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. എവിടെയാണ് ഇന്ന പ്രോഗ്രാം, ഏത് ദിവസം എന്ത് പ്രോഗ്രാം ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. സോ അതിനകത്ത് ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സും വരാറുണ്ട്. സോ അതിൽ ഓൾറെഡി വന്നതാണ്. അവിടെ ഇൻവിറ്റേഷൻ ഉണ്ട്, പക്ഷെ അകത്തേക്ക് ആരെയും കേറ്റില്ല, എൻട്രി ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, സായി ചേട്ടൻ ഒന്ന് തിരക്കിയപ്പോൾ അതും കൂടി ഒന്ന് തിരക്കണമായിരുന്നു സായി ചേട്ടന്റെ കൂട്ടുകാരോട്. ഓക്കെ സായി ചേട്ടാ, അല്ലാതെ ചുമ്മാ പറയരുത് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് അവർ കേറ്റാതിരുന്നതാണെന്നൊക്കെ. അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അകത്തേക്ക് കേറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് ബൈറ്റ് എടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് അറിയാവുന്ന കുറച്ച് ചാനൽസ് കല്യാണത്തിന് പോയിട്ടില്ല, റിസപ്ഷൻ ആണ് പോയിട്ടുള്ളത്. മനസ്സിലായില്ലേ? റിസപ്ഷൻ അവരെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, സായി ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ കേക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്, ഇത് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, മീഡിയ സ്പേസ് എന്തുകൊണ്ട് തന്നില്ല? മീഡിയയ്ക്കൊരു സ്പെഷ്യൽ സ്പേസ് എന്തുകൊണ്ട് വെച്ചില്ല, തന്നില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് ലിസ്റ്റ് എടുത്തതല്ലേ എന്ന് ചോദിക്കുന്നു. സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു മീഡിയ കോർഡിനേഷൻ നടന്നിട്ടുണ്ട്. ഇൻവൈറ്റ് ചെയ്യാതെ വന്നതല്ല എന്നുള്ള കാര്യമാണ് അതെന്ന് മനസ്സിലായത്. ഇവരെ ആരോ കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ മീഡിയാസിൻ്റെ ലിസ്റ്റ് ഫുള്ള് എടുത്തിട്ട് അവരവിടെ എത്തിച്ചു. ഞാൻ ഈ മീഡിയാസിലുള്ള എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഈ മീഡിയാസിൽ. ഞാൻ അവരെ വിളിച്ച സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മണിക്കൂറോളം ഇവർ കാത്തു നിന്ന് വെയിലും മഴയും കൊണ്ടിട്ടൊക്കെയാണ് അവരവിടെ നിന്നത്. അവർക്കൊരു പ്രോപ്പർ അറ്റൻഡ് ചെയ്യാൻ അവിടെ ഒരാൾ വന്നില്ല. ഡെഫിനറ്റ്ലി കല്യാണ പെണ്ണിനും ചെക്കനും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതാരാണോ കോർഡിനേറ്റ് ചെയ്ത് അയാളുടെ മിസ്റ്റേക്ക് ആയിരിക്കും. അയാൾക്ക് ഈ വന്ന മീഡിയാസിനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പം മുടിയൻ്റെ കല്യാണത്തിന്, ഋഷിയുടെ കല്യാണത്തിന് ഞാൻ കണ്ടൊരു കാര്യം, റിസപ്ഷൻ്റെ ടൈമിലൊന്നും ഒരു മീഡിയാസിനെ അകത്ത് അലോ ചെയ്തില്ല. അവർ ഓൾറെഡി പറഞ്ഞു മീഡിയ ഇല്ല, വേണ്ട, നിങ്ങൾ പുറത്ത് വെക്കുകയാണെങ്കിൽ. ഇനി അണ്ണൻ ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പോയ 1-2 വർക്കിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാനിവിടെ സംസാരിക്കാം. ഒന്ന്, അണ്ണൻ ഈ പറയുന്നത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണം, നിന്ന് കോർഡിനേറ്റ് ചെയ്യാൻ, എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നത്. അണ്ണാ, ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു മൂവിയുടെ പ്രൊമോഷന് പോയത് ഉണ്ണിമുകുന്ദന്റെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞൊരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ പിറവത്തൊരു കോളേജിൽ വെച്ചിട്ടായിരുന്നു ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്, ഈ പടത്തിന്റെ ഒരു പ്രൊമോഷൻ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ എടപ്പള്ളി ലുലുമാളിന്റെ അവിടുന്ന് ഒരു ബസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഓൺലൈൻ മീഡിയാസിന് അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പൊ അത് ലിസ്റ്റ് അനുസരിച്ചാണ് ആ വണ്ടിയിലേക്ക് കറക്റ്റ്, അങ്ങനെ ഈ പറഞ്ഞ കറക്റ്റ് കോർഡിനേഷനാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അങ്ങനെയായിരുന്നു അവിടെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പടത്തിന്റെ പ്രൊമോഷൻ ടീം വിളിച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് ചാനൽസിനെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് വണ്ടിയുണ്ട്, നമ്മൾ അതിൽ കയറി ആ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 50 ചാനൽ എക്സ്ട്രാ ഉണ്ട് അവിടെ. മനസ്സിലായില്ലേ? കവർ ചെയ്യാനായിട്ട്. അതായത് ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നെന്ന് അറിഞ്ഞിട്ട് ഈ ഒരു പടത്തിന്റെ പ്രൊമോഷൻ ഹെഡ് ആരായിരുന്നു, അയാൾ വിളിച്ച ഈ ഒരു ചാനലുകൾ കൂടാതെ ഏകദേശം എങ്ങനെ പോലും ഒരു 10-20 ചാനലിന് മേളിൽ ഉണ്ടടേ അവിടെ.
ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. അപ്പൊ എന്താണെങ്കിലും ഈ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും എന്ത് വിചാരിക്കും, തള്ളിക്കളയത്തില്ല അവരെ. കാരണം ആ പടം മാക്സിമം ചാനൽ വഴി പോയി പ്രൊമോഷൻ കിട്ടട്ടെ എന്നേ അവർ വിചാരിക്കത്തുള്ളൂ. ഇത് സിനിമയുടെ ഒരു പ്രൊമോഷൻ കേസ്. അണ്ണൻ പറഞ്ഞ് ഈ കോർഡിനേഷന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അവിടെ കോർഡിനേഷൻ നടന്നില്ലേ? കോർഡിനേഷൻ നടത്തി, പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ വന്നപ്പോൾ അവർ കയറ്റും. കാരണം ബെനിഫിറ്റ് ആണ് വേണ്ടത് അറ്റ് ലാസ്റ്റ്. ഓക്കെ, അതൊന്ന്. ഇനി കല്യാണത്തിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് അറ്റൻഡ് ചെയ്തത് ഒരു കല്യാണം, ഇതാണെങ്കിൽ വീഡിയോ എടുക്കാൻ പോയിട്ടുള്ളത് നമ്മുടെ ജയറാമേട്ടന്റെ മോളുടെ കല്യാണത്തിനായിരുന്നു. അതിന് മുമ്പ് നമ്മുടെ ദീപക് പരമ്പോൽ ആൻഡ് അപർണദാസിന്റെ ഈ 2 കല്യാണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപർണദാസ് ദീപക് പരമ്പോലിന്റെ അകത്ത് മീഡിയ അകത്ത് കയറുമായിരുന്നു. മീഡിയ അകത്ത് കയറിയത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും മീഡിയ കുറ്റം പറയില്ല കേട്ടോ. എനിക്ക് കുറച്ച് നാള് അരി കിട്ടിയത് അതിനകത്തൂടെ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ സത്യാവസ്ഥ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ ചായ പറയുന്നത് മാത്രമാണ് ഇവിടുത്തെ സത്യം എന്നിവിടെ പലരും വിചാരിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങനെയല്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോ ദീപക് പരമ്പോലിന്റെ അവരുടെ കല്യാണത്തിന് മീഡിയാസ് എല്ലാം നമ്മളെല്ലാവരും അകത്ത് കയറി നിന്ന് ഇവരുടെ കല്യാണം സത്യം പറഞ്ഞാൽ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കും. കാരണം നമുക്കത് എടുത്തേ പറ്റുള്ളൂ, നമ്മൾ കഷ്ടപ്പെട്ട് ചെല്ലുന്നതാ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്തുകൊണ്ടും നമ്മൾ മാക്സിമം നമ്മുടെ ചാനലിൽ ബൈറ്റ് കിട്ടാനേ നമ്മൾ നോക്കുകയുള്ളൂ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കവർ ചെയ്യും, അവിടെ നിൽക്കുന്നവർക്ക് കൂടുതലും കാണാൻ പറ്റില്ല. നമ്മൾ അകത്ത് വരെ കയറിയിട്ടുണ്ടായിരുന്നു. നേരെ ജയറാമേട്ടന്റെ മോളുടെ കല്യാണത്തിന് നമ്മൾ അകത്ത് കയറി, പക്ഷെ അകത്ത് കേറ്റില്ലായിരുന്നു. പുറത്തുനിന്ന് മാക്സിമം ആൾക്കാരെ നോക്കിയിട്ടായിരുന്നു അകത്ത് കയറ്റിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാനും എൻ്റെ കുറച്ച് ഓൺലൈൻ സുഹൃത്തുക്കളും ഞങ്ങൾ അകത്ത് കയറി. എങ്ങനെ കയറി ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടെ ഉള്ള ആളുകൾ ലൈക്ക് ഇൻവൈറ്റ് ചെയ്ത് വരുന്ന ആളുകളുടെ കൂടെ നമ്മൾ കയറി. കാരണം നമുക്ക് ബൈറ്റ് വേണം, നമുക്ക് കണ്ടന്റ് വേണം. നമ്മൾ കയറി, പക്ഷെ നമുക്ക് സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക്, അതായത് ഈ കല്യാണം നടക്കുന്നതിന്റെ നമ്മൾ കുറച്ച് ബാക്കിലായിട്ട് ആ ഓഡിറ്റോറിയത്തിൽ ബാക്കിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഫ്രണ്ടിലോട്ട് കയറാൻ പറ്റത്തില്ല, ഫ്രണ്ടിൽ ബൗൺസേഴ്സ് ഒക്കെ ഉണ്ട്. എന്നിട്ടും കുറച്ച് കഴിഞ്ഞ് പിണറായി സാറൊക്കെ ഉണ്ടായിരുന്നു, സഖാവൊക്കെ വന്നങ്ങ് പോയി. ലാലേട്ടൻ ഉണ്ടായിരുന്നു, ലാലേട്ടൻ വന്ന് പോയി. ഒന്ന് തിരക്ക് കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫോണും എടുത്ത് ഫ്രണ്ടിലോട്ട് ചെന്നു. പക്ഷെ ബൗൺസേഴ്സ് വന്നു, നമ്മളെ കുറച്ച് നേരം മാറ്റി നിർത്തും. പിന്നെ നമ്മൾ ചെല്ലും, നമ്മൾ ഫോണും എടുക്കും, കണ്ടന്റ് എടുക്കും, പിന്നെ നമ്മളെ മാറ്റി നിർത്തും. ഈ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് എന്തൊക്കെ കോർഡിനേഷൻ ആൾക്കാർ അകത്ത് കയറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കയറേണ്ട ആളുകൾ കയറും. കാരണം നമുക്ക് കണ്ടന്റ് വേണം, മനസ്സിലായില്ലേ? ഇത് എല്ലായിടത്തും നടക്കുമ്പോഴത്തേക്ക് ഇത് കുറെ ആളുകൾക്ക് അറിയാം, സിനിമയിലുള്ളവർക്കാണെങ്കിലും ശരി, ഇതുപോലുള്ള സെലിബ്രിറ്റീസിനാണെങ്കിലും ശരി. അതുകൊണ്ടാണ് അവർ കുറെ പേര് ആദ്യമേ പറയുന്നത് വേണ്ട, അതായത് എന്താ ഓൺലൈൻ മീഡിയാസ് വരണ്ട, നിങ്ങളെ കേട്ടത്തില്ല. നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ചെറുക്കനും പെണ്ണും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അവിടുന്ന് ബൈറ്റ് എടുത്തു. ഈ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ നിർത്തുന്നതിന്റെ കാര്യം അതാണ്. ഓക്കെ, അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും. ഇനി സായി അണ്ണൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കേട്ടെ. ഇവിടെ ഇപ്പോൾ ഇൻവൈറ്റഡ് ആയിട്ടാണ് ഈ മീഡിയ വന്നതെന്നുണ്ടെങ്കിൽ അവരെ ഡെഫിനറ്റ്ലി കോർഡിനേറ്റ് ചെയ്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി കാര്യങ്ങൾ ചെയ്യും. ഇത് എന്തിനാണ് ഈ മീഡിയാസിനെ വിളിക്കുന്നത് തന്നെ നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുകയാണ്, നമ്മളെ ചാനലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 1-2 ചാനലിൽ ഇട്ടാൽ മാത്രം ഇത് ആളുകളിലേക്ക് എത്തണമെന്നില്ല. സോ ഡെഫിനറ്റ്ലി ആളുകളുടെ ഇടയിലേക്ക് എൻ്റെ കല്യാണമാണ്, എൻ്റെ ഒരു ഫംഗ്ഷൻ ആണെന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലരും മീഡിയാസിനെ വിളിച്ചു വരുത്തുന്നത്. ഞാനിവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയാസിനെ വിളിച്ച് വരുത്തി കഴിഞ്ഞ് മീഡിയാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പട്ടി വിലയാണ് അവർക്ക്. ഉള്ള കാര്യം പറയാലോ, കുറേ പേരൊക്കെ അലമ്പ് കളിക്കുന്നവരുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർത്താനം അണ്ണൻ്റെ വായിന്ന് കേട്ടപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിക്കാനുള്ള ഒരു കാരണം. അണ്ണൻ എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? അണ്ണൻ എന്ത് കണ്ടിട്ടാണ് ഈ വർത്താനം പറഞ്ഞത്? അതായത് പുള്ളി പറയുന്നത് എന്താ, ഒരു ഇവന്റ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിനിമയുടെ പ്രൊമോഷൻ ആണെങ്കിൽ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ അതുപോലെ നോക്കും. ഇവിടുത്തെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PR ടീംസ് നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മളെ അതുപോലെ ട്രീറ്റ് ചെയ്യും. കാരണം അവരുടെ ആവശ്യമാണ്. പക്ഷേ ഒരു കല്യാണത്തിന് അതിന്റെ ആവശ്യമില്ലെന്നാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അണ്ണൻ പറയുന്നത് ഇവന്റോ അതുപോലെയാണ് കല്യാണമോ ഒക്കെ ഒരുപാട് ആളുകളിലേക്ക്. ഈ ഒരു അണ്ണന്റെ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ കുറച്ച് പോർഷൻസ് വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് അണ്ണനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഈ കല്യാണത്തിനാണെങ്കിൽ പോലും അത് കുറെ പേരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ മീഡിയാസിനെ വിളിക്കുന്നത്. പിന്നെ എന്തിനാ അവരോട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അണ്ണാ, ഞാൻ അതിന് വ്യക്തമായിട്ട് അണ്ണന്റെ ഉത്തരം തരാം. ഈ കല്യാണം പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം ഒന്നാമതില്ല കല്യാണം കഴിക്കുന്നവർക്ക്. ഓക്കെ, പിന്നെ അത് അങ്ങനെ ആണെങ്കിൽ തന്നെ അണ്ണനിപ്പോ അങ്ങനെ ഒരു വിചാരം മനസ്സിൽ അങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷാനിയുടെ അല്ലല്ലോ ദിയ, നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ, അഹാനയുടെ പെങ്ങടെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞു. എന്തുകൊണ്ട് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു? അവര് നേരത്തെ പറഞ്ഞിരുന്നു ഒരു മനുഷ്യനെ ഓൺലൈൻ മീഡിയാസിനെ അകത്തോട്ട് കയറ്റത്തില്ലെന്ന്. എന്തുകൊണ്ട് കയറ്റിയില്ല? എന്നിട്ട് അവരെന്താ ചെയ്തത്? അവർക്ക് 4 പേർക്ക്, 4 എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ 5-6 പേർക്കും ചാനലുണ്ട്. അവരുടെ ചാനൽ വഴി അവര് സാധനം പുറത്തേക്ക് വിട്ടു. അണ്ണാ, ഒരാൾക്ക് ഇപ്പൊ ഈ ശ്രീവിദ്യക്കാണെങ്കിലും ശരി, അവർക്ക് ചാനലുണ്ട്.
മനസ്സിലായില്ലേ? അവർക്ക് ഈ സാധനം അവരുടെ ചാനലിനകത്തൂടെ വിട്ടാൽ മതി. അവർക്ക് വേറെ 10 ചാനലിന് ഈ ഓൺലൈൻ മീഡിയാസിന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരുടേതിനകത്തൂടെ ഇടുമ്പോൾ തന്നെ കാശും കിട്ടും. അവർക്ക് കുറച്ച് പേരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കാശ് കിട്ടും. ഈ ഓൺലൈൻ മീഡിയാസ് വന്ന് എടുക്കാൻ നേരത്ത് നമ്മുടെയൊക്കെ ചാനൽ വഴി സാധനം പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചാനൽ അവരിടുന്നതുകൊണ്ട് ചിലപ്പം അത്രയും റീച്ച് കിട്ടത്തില്ല. അപ്പൊ അവരെല്ലാരും അതല്ലേ ചെയ്യത്തുള്ളൂ. ആദ്യമേ അതൊന്നും മനസ്സിലാക്കണ, എന്നിട്ടണ്ണൻ ഈ ഒരു വർത്താനം പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു കാര്യം. അണ്ണൻ ഈ പറഞ്ഞതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അവർക്ക് എക്സ്പോഷർ കിട്ടാനും ഒരുപാട് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കല്യാണത്തിന് അങ്ങനെ ഒരു സാധനം, കല്യാണത്തിന് കൂടുതലും പ്രൈവസി അല്ലേ അണ്ണ നോക്കുന്നത്. എല്ലാവരും അവർ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് അവർ പ്രൈവസി നോക്കും. പിന്നെ ആ സാധനം അവരുടേതിനകത്തോടെ വിറ്റ് കാശ് ഉണ്ടാക്കാനേ കൂടിപ്പോയാൽ നോക്കത്തുള്ളൂ. അല്ലാതെ ഓൺലൈൻ മീഡിയാസിന് കൊടുത്ത് കാശ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവർ കാശ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഇവിടെ ആരും വിചാരിക്കത്തില്ല. മനസ്സിലായില്ലേ? അത് ആദ്യമേ ഒന്ന് അണ്ണം മനസ്സിലാക്കണം ഇങ്ങനത്തെ താളം അടിക്കാൻ നേരത്ത്. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടി ഒന്ന് കേൾക്കുക. പക്ഷേ ഒരു വലിയ മെജോറിറ്റി ആളുകളും വളരെ മാന്യമായിട്ട് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോകും. പിന്നെ തംബ്നെയിലും സാധനങ്ങളും മിസ്ലീഡിങ് സംഗതികളൊക്കെ ചിലരിടും, ചിലർ ഇടാറില്ല. ഇപ്പം ഞാൻ അങ്ങനെ വളരെ ശ്രദ്ധിക്കാറില്ല. കാരണം മിസ്ലീഡിങ് തംബ്നെയിലുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ കമൻറ്റ് ബോക്സിൽ തന്നെ ആ ചാനലിൽ നല്ല വെട്ടുകൾ കിട്ടാറുമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വ്യൂ മതിയെന്ന് പറഞ്ഞിട്ട് ഇടുന്നവർ ചിലപ്പോൾ ഇപ്പോഴും ഇട്ടിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രീവിദ്യയുടെ മുഖം ഭയങ്കരമായിട്ട് മാറി. ശ്രീവിദ്യയുടെ മുഖം വല്ലാതായി. അണ്ണന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴും ശ്രീവിദ്യയുടെ മുഖം കുറച്ചും കൂടെ വല്ലാതായിട്ടുണ്ട്. അത് ഇപ്പം ശ്രീവിദ്യ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവും കേട്ടോ. എല്ലാവരും എന്നോട് ക്ഷമിക്കുക, കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി. ഈ മീഡിയാസ് വന്ന് മാന്യമായിട്ട് വീഡിയോ എടുത്തിട്ട് പോകുന്നു. അണ്ണൻ ഈ ഓൺലൈൻ മീഡിയാസ് നമ്മുടെ കഷ്ടപ്പാട് അണ്ണൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അണ്ണൻ പറയുന്നുണ്ട് അണ്ണൻ കണ്ടിട്ടുണ്ടെന്ന്. ശരിക്കുള്ള കഷ്ടപ്പാട് അണ്ണൻ കണ്ടിട്ടില്ല അണ്ണ. ഈ ഓൺലൈൻ മീഡിയാസിനകത്ത് തന്നെ എനിക്കൊക്കെ നല്ല ഇടി, നല്ല കുത്ത് കൈവച്ച് കിട്ടിയിട്ടുണ്ട്. അറിയോ? നല്ല കുത്ത്. അത് ഞാൻ പേര് പറയുന്നില്ല. ഒരു ചാനലുണ്ട്, നമ്മുടെ ആടെന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ജയസൂര്യയുടെ പേരുണ്ടല്ലോ, ആ പേരുള്ള ഒരു ചാനലുണ്ട്. അതിനകത്തൊരു സുന്ദര പുരുഷനുണ്ട്. ഇവൻ ആരെ കണ്ടാലും ഇവൻ എവിടെ നല്ല തള്ളുണ്ടോ, ബൈറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ടോ, ഇവൻ അതിന്റെ ഇടയ്ക്ക് വന്ന് കൈ വെച്ച് ഇവൻ ഇടിക്കും. ഇങ്ങനെയുള്ള കുറെ ഐറ്റങ്ങൾ ഉണ്ടെണ്ണ ഈ ഓൺലൈൻ മീഡിയയില്. അതുപോലെ തന്നെ ഒരു കല്യാണത്തിനൊക്കെ ഒരു ഫംഗ്ഷൻ അണ്ണ പോയി നിന്ന് നോക്കണം. അണ്ണാ ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈൻ മീഡിയാസിനെ കുറ്റം പറയുകയല്ല കേട്ടോ. നിങ്ങൾ ആരും ഇനി അങ്ങനെ വിചാരിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാനും കുറച്ച് നാൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതിനകത്തു നിന്നാണ് ഇങ്ങനെയുള്ള ബൈറ്റുകൾ. അതും ഞാൻ കൂടുതലും പോകുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ, ഇപ്പം അവരെന്തെങ്കിലും ഇപ്പം ഒരു 2-3 ഫംഗ്ഷനൊക്കെ ഒരു ദിവസം വരികയാണെങ്കിൽ എന്നെ വിളിച്ച് പറയും, എടാ പോയി കവർ ചെയ്യാവോ, ഞാൻ ചെല്ലും. അപ്പൊ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ ആണെങ്കിൽ പോലും എനിക്ക് അതിനകത്ത് നല്ല രീതിയിൽ പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാലോ. അതുകൊണ്ട് തന്നെ എനിക്കെന്നും അത് ഇഷ്ടമാണ്. പക്ഷെ അത് ചില സാഹചര്യങ്ങളിൽ അത് നമുക്ക് അറ്റ്ലാസ്റ്റ് നമുക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ചില ആൾക്കാരെ അത് ചില സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കല്യാണം ഇങ്ങനത്തെ ഒരു പരിപാടി വരുമ്പോഴല്ല, അല്ലാതെ വേറെടത്തും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. ഒരു ഇനോഗ്രേഷൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രൊമോഷന് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ആകെ പ്രശ്നം വരുന്ന ഈ കല്യാണത്തിന്. അതായത് അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ കല്യാണം കാണാൻ പറ്റാറില്ല. കാരണം നമുക്ക് കണ്ടന്റ് വേണം, നമ്മളെല്ലാവരും ഫ്രണ്ടിൽ പോയി നിൽക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ഒരു ശ്രീവിദ്യയുടെ കേസിൽ ഞാൻ പിന്നെ അറിഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്ന് സായണ്ണ, ഇതെണ്ണം കേട്ടോണം. നമ്മുടെ ശ്രീവിദ്യയുടെ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ടീമാണ് ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഇനിയിപ്പം ശ്രീവിദ്യ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഈ അണ്ണന്റെ വീഡിയോയിൽ അണ്ണനും പറഞ്ഞിട്ടുണ്ട്, മറ്റേ ലിസ്റ്റ് ഉണ്ടാക്കുമ്പം അത് ആരാണോ കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ഉണ്ടാക്കിയത് അവർ പ്രോപ്പർ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവിദ്യയും ആ പയ്യനൊന്നും അറിഞ്ഞിട്ടില്ല ഈ ഓൺലൈൻ മീഡിയാസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയതൊന്നും. അത് ഇവരുടെ യൂട്യൂബ് ചാനൽ നോക്കുന്നവരാണ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഇനി ശ്രീവിദ്യക്ക് പറയാനുള്ള, ഞാൻ കഥ പറഞ്ഞ് ചിലപ്പോൾ നീണ്ടുപോകും. ശ്രീവിദ്യക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി. അന്ന് കല്യാണത്തിന് അന്ന് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാവരും, വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ റിസപ്ഷന് ഞാൻ റെഡിയായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ, എനിക്കങ്ങനെ അറിയില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയുക, ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് ഇപ്പോൾ ഞാൻ. കാരണം നിങ്ങളിവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫേസ് ആയിരിക്കും, പക്ഷെ നിങ്ങളെല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി, ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഇന്നലെ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കാരണം എന്തൊക്കെയോ സംഭവിച്ചു, നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എൻ്റെ കല്യാണത്തിനൊന്ന് നിങ്ങൾ വന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു, അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എവിടുന്നോ നമ്മളെ കയ്യിൽ നിന്ന് പാളിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത്.
അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമമായി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതെന്ന്. നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും, ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തും, എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ, അല്ലേ? പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഒരു പെങ്കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം എന്തായാലും നമ്മുടെ സായി ചേട്ടൻ കാരണം ആ പെങ്കൊച്ചിന്റെ ഫുൾ മൂടങ്ങ് പോയി. സങ്കടപ്പെടുത്തി അണ്ണാ നിങ്ങളൊരു പെണ്ണിനെ. നിങ്ങളുടെ ഈ വീഡിയോ ഇടയിൽ നമ്മളും ഒക്കെ നിങ്ങളുടെ പണിയാ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കാരണം ആരും പെമ്പിള്ളാര് 2ാമത്തെ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം സങ്കടപ്പെട്ടതായിട്ട് അറിയത്തില്ല കേട്ടാ. പക്ഷെ അണ്ണന് ആ ഒരു കാര്യത്തിലും അണ്ണൻ ടോപ്പില്. എന്റെ അണ്ണ സൂപ്പർ അണ്ണ, സൂപ്പർ. ബാക്കി പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലിസ്റ്റിൻ്റെ കാര്യം ചോദിച്ചില്ലേ, ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണം കവർ ചെയ്യണ്ട, നിങ്ങൾ എല്ലാവരും വരണം, പക്ഷെ ക്യാമറ ഇല്ലാതെ വരണം, ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ. അപ്പോ അണ്ണൻ ഈ പറഞ്ഞ രാജേഷ് ചേട്ടനെ അറിയാവോ അണ്ണ? സോഷ്യൽ മീഡിയ ഹെഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അണ്ണനെ, നമ്മുടെ രാജേഷ് ചേട്ടൻ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു മെയിൻ ചാനലിന്റെ ഓണറാണ് രാജേഷ് ചേട്ടൻ. നമ്മുടെ ചായ അണ്ണനെ അറിയാമോ? ചായ അണ്ണനെ അറിയത്തില്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ട് അറിയാം അണ്ണ രാജേഷ് ചേട്ടനെ, കേട്ടോ അണ്ണ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബാക്കി എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിലെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ്. അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്. ഭക്ഷണം കഴിക്കാതെ ആരും പോരുത്, അതെനിക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഇത്രയും പേരുണ്ടെന്ന് കണ്ട് ഞാൻ അകത്തേക്ക് കയറ്റി. അങ്ങനെയാണോ സംഭവിച്ചത്? ആണോ? അല്ല, നിങ്ങൾ പറ, അങ്ങനെയാണോ സംഭവിച്ചത്? അപ്പോൾ ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ സായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അത് അവരിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവർ കൺഫ്യൂസ്ഡ് ആയതാണ്. സായിയുടെ ആ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സായി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സായി ഇത് പൊതുവായിട്ട് പറഞ്ഞതാണ്. അപ്പൊ കുറെ പേര് പറയും ഞാൻ സായിയെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ എന്തിനാ അവനെ തെറി പറയുന്നത്? അവൻ പറയുന്നുണ്ട്, അവൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അതിനകത്ത്. പക്ഷെ അവനത് ഇവരെ ഉദ്ദേശിച്ച് പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സായി അതൊക്കെ പറഞ്ഞു, സായി ഇത് പൊതുവേ പറഞ്ഞതാ. ഓക്കെ, ബാക്കി അല്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി, നിങ്ങൾ എന്തായാലും എൻ്റെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മുടെ അടുത്ത് വന്ന് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരണമെന്ന് ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് നമ്മുടെ PR ചെയ്ത് ഞങ്ങളുടെ കല്യാണം ഒന്ന് ഹൈപ്പ് ഉണ്ടാക്കി തരണമെന്ന് ആരുടെങ്കിലും, നിങ്ങൾ ഒരാളടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയുകയോ ചെയ്തോ? ഈ പറഞ്ഞ ഇതൊക്കെ സായി സത്യം പറഞ്ഞ അവന്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അത് സായി ഇവരെ പോയിന്റ് ചെയ്ത് പറഞ്ഞതല്ല. സായി മൊത്തത്തില് ഒരു പൊതുവായി സായി ഇത് ആ ഒരു വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയിൽ ഇവരെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് ഇവർ ചിലപ്പോൾ വിചാരിച്ചതായിരിക്കാം ഇവരെയാണ് ആ പറഞ്ഞിരിക്കുന്നത്. സായി തന്നെ പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ നിങ്ങൾ കുറച്ച്, എനിക്ക് തോന്നുന്നു അത് ചെറിയ ഭാഗം എന്താ ഞാൻ കേൾപ്പിച്ചുള്ള അതിന്റെ. അതായത് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഈ ഓൺലൈൻ മീഡിയാസിന് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. അവരെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിവേപ്പർ പോലെ ടിഷ്യൂ പേപ്പർ പോലെ എടുത്ത് കളയും എന്നുള്ള കാര്യങ്ങളൊക്കെ സായി അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇവരുടെ കല്യാണത്തിനെ ചൂണ്ടിക്കാണിച്ച് സായി പറഞ്ഞതല്ല. ഓക്കെ, പിന്നെ സായി ആ പറഞ്ഞ കാര്യങ്ങൾ നടക്കാത്തതൊന്നും അല്ല, നടക്കുന്നുണ്ട് സായി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എല്ലായിടത്തും ഒന്നും ഇല്ലടോ, എല്ലായിടത്തും ഒന്നും ഇല്ല. ഇപ്പൊ ഒരു മൂവിയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സിനിമയുടെ ഒക്കെ പ്രൊമോഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ അതുപോലെ അവർ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഇനാഗുറേഷന് പിന്നെയും നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോയിട്ടൊരാളാണ് ചില ഇനാഗുറേഷൻസിനൊക്കെ. അവിടെയൊക്കെ നമ്മളെ അവർ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചില ചാനലുകൾ അവിടെ വരും, അതായത് ഈ വിളിക്കാതെ വരുന്ന ചില ചാനലുകളുണ്ട്. അപ്പം അവരെ ഒന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പത്തേക്ക് ഇവരെ കൂടുതലായിട്ട് അവരെ അടുപ്പിക്കത്തില്ല. അതുണ്ട്, അതില്ലാന്നൊന്നും ഞാൻ പറയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ കല്യാണങ്ങൾക്കാണ് കൂടുതൽ ഇതുപോലുള്ള നമുക്ക് ഇത്തിരി അവഗണനകൾ കിട്ടുന്നത്. ഞാനത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എനിക്ക് കിട്ടിയിട്ടില്ല, ഞാനത് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന ഒരു സിനിമാ നടിയുടെ കല്യാണം ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുകയാണ്. അപ്പം
കല്യാണത്തിന് അവർ നമ്മളെ എല്ലാവരെയും കയറ്റി, നമുക്ക് എല്ലാവർക്കും എൻട്രി ഉണ്ടായിരുന്നു. നമ്മളെ കുറച്ച് പേരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മളെ കുറച്ച് പേരെ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള മീഡിയാസ് നമ്മുടെ കൂടെ വരും, നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ നമ്മൾ കൊണ്ടുപോകും. അതാണ് ഇവിടെ നടക്കാറുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു ഫംഗ്ഷന് പോയി കല്യാണമൊക്കെ കവർ ചെയ്തു. അവർ ഫുഡൊക്കെ കഴിച്ചു, നമുക്ക് ബൈറ്റൊക്കെ തന്നു. ഹാപ്പി ആയിരുന്നു അത്. അന്ന് വൈകിട്ട് റിസപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ റിസപ്ഷന് അവര് ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ വെച്ച് അറിഞ്ഞു ഇന്ന് വൈകിട്ട് പരിപാടിയുണ്ട്. നമ്മൾ എല്ലാവരും അവിടെ നിന്നു. ഞാനൊക്കെ തിരിച്ചു പോരേണ്ടതാണ്. അവിടെ നിന്നു. വൈകുന്നേരമായി ഈ പരിപാടി തുടങ്ങിയപ്പോൾ അവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു ഇത് കവർ ചെയ്യാൻ പറ്റില്ല. അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് കവർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ രാവിലെ കവർ ചെയ്തില്ലേ, മതി, ഇനി കവർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ വേണ്ട, ഞങ്ങൾ പോകാന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് വൈകുന്നേരമായല്ലോ. സാധാരണ ഭക്ഷണം നമുക്കും ഓൺലൈൻ മീഡിയാസിനും അവിടെ കാണും. അപ്പൊ അത് അറിയാതെ അപ്പൊ നമുക്ക് അന്നത്തെ വൈകിട്ട് ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പയ്യൻ അവിടെ നിന്ന ഒരു ചാനലിൽ ഒരു പയ്യൻ പോയി ഫുഡ് എടുത്ത് അവന്റെ പ്ലേറ്റിലിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പം അവനോട് വന്ന് അവിടെ ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ പറഞ്ഞു കഴിക്കാൻ പാടില്ല, ഇത് നിങ്ങൾക്കില്ല എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും വലിയൊരു അടിയായിപ്പോയി. കാരണം നമ്മളോട് ഞാനും എങ്ങും അത് കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരാൾ അതിപ്പം എന്തും ആയിക്കോട്ടെ, ഇൻവൈറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും അവൻ വിചാരിച്ചു നമുക്ക് ഉണ്ടെന്ന് വിചാരിച്ച് അവൻ ആ ഭക്ഷണം എടുത്തത്. പക്ഷെ അവനോട് അത് കഴിക്കരുതെന്ന് പറഞ്ഞു. അവനത് കളഞ്ഞിട്ട് അവൻ കഴിച്ചില്ല ഭക്ഷണം, അവനത് മാറ്റിയിട്ടിട്ട് പോയി. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില സ്ഥലത്ത് ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കും, ഞാൻ അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കളുടെ ചാനലിന്റെ പേര് വരെ ഞാനിവിടെ പറഞ്ഞത്. എല്ലാവരും എല്ലാ ചാനൽസിനെയും മറ്റേ നെഗറ്റീവ് കണ്ണുകളോടുകൂടി കാണും. എന്തിനാ അത്? എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, നിങ്ങൾ ലൈക്കും ചെയ്യണ്ട, നിങ്ങൾ കമന്റും ഇടണ്ട, നിങ്ങൾ പോവുക. പക്ഷെ അതിനെന്താ നിങ്ങൾക്ക് പറ്റാത്തത്? ഇഷ്ടപ്പെടാത്തൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ പൊട്ടന്മാരാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കുന്നവര്. അതുകൊണ്ടാണ് ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് മില്യൺസ് റീച്ച് കിട്ടുന്നത്. കാരണം നിങ്ങളത് വന്ന് കാണുന്നുണ്ട്. അപ്പൊ അത് റെക്കമെൻഡ് ചെയ്ത് അടുത്ത ആളിലേക്ക് പോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം, ഇഷ്ടപ്പെടാത്തൊരു ടൈറ്റിലോ കാണുന്നെങ്കിൽ അപ്പോഴേ തട്ടിക്കളയുക, പോയേക്കുക, നിങ്ങളുടെ പാടും നോക്കി, തീർന്നില്ലേ? നിങ്ങൾ വന്ന് കമന്റ് ഇട്ടാലും ശരി, ഇത് നിങ്ങളത് നമുക്ക് റീച്ചാടോ അത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ചാനലുകൾ ഉണ്ടാവുന്നതും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇച്ചിരി ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും. അതില്ലാത്തവന്മാർ ഇതിന്റെ അടിയിലും വന്ന് തെറി പറയത്തുള്ളൂ, അല്ലാതെ അവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി വീഡിയോ യൂട്യൂബർ പറഞ്ഞ അങ്ങനെയാണ്, നിങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു വരുത്തി, എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയാ ഗുണ്ടകളെ വെച്ച് അല്ലെ ഗുണ്ടായിസം കാണിച്ചു എന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയോ? എല്ലാരും കൂടെ ചെയ്തിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ എത്ര നാളായോ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്? ഇല്ല, എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തി. പക്ഷെ പ്രശ്നം എന്താ പറയുക, ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കല്യാണമായി നമ്മുടെ തലയിലേ വരുള്ളൂ. വീഡിയോക്ക് കവർ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ആണെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല. എന്റെ അറിയാത്ത ഭക്ഷണത്തിന് ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം, ഒരു മീഡിയക്ക് ഒരു പാസ് എന്നുള്ള രീതിയിൽ. നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ? നിങ്ങൾ ആരും കഴിച്ചില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ആ പയ്യൻ അത് പറയുന്നുണ്ട്, നിങ്ങൾ ആരും മീഡിയക്കാരും അന്ന് ഫുഡ് കഴിച്ചില്ല എന്ന് എനിക്കറിയാം. കാരണം അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടത്. പിന്നെ അവരുടെ കല്യാണ ദിവസം അവരൊരു പരിധിയിൽ കൂടുതൽ എങ്ങനെ എല്ലാവരുടെയും കാര്യം ശ്രദ്ധിക്കാൻ വരും. അതുപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞത് വെച്ച് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ അകത്തേക്ക് എൻട്രി പറഞ്ഞിട്ടില്ല, പുറത്തായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ബൈറ്റ് എടുക്കാതെ, നിങ്ങൾക്ക് വീഡിയോ എടുക്കാതെ നിങ്ങൾക്ക് അകത്ത് കയറാം, കല്യാണം കാണാം, ഭക്ഷണവും നിങ്ങൾക്കുണ്ട്. മനസ്സിലായില്ലേ? ബൈറ്റ് കൊടുക്കും, അത് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം. ഒന്നാമത് അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ശ്രീവിദ്യക്ക് കുറെ മീഡിയാസിനെ അറിയാം, അതുകൊണ്ടൊക്കെയാണ്. പിന്നെ അവിടെ കുറെ പേര്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഫംഗ്ഷന് ഇപ്പൊ ഒരു 10 മീഡിയാസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ചിലപ്പോൾ ചെല്ലുന്നത് 20 മീഡിയാസ് ആയിരിക്കും. കാരണം ഈ 10 പേരിൽ നിന്ന് ബാക്കി കുറച്ച് പേര് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അറിയവിടെ. അങ്ങനെ കുറെ പേര് ചെല്ലും, ഇൻവൈറ്റ് ചെയ്യാത്ത ആൾക്കാരും ചെല്ലും. അവിടെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, മീഡിയയിലുള്ള ഈ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ പോലും നമ്മൾ ചിലപ്പം അറിയാത്ത ചാനലൊക്കെ ആയിട്ട് വഴക്കുകൾ വരെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ അവിടെ വേറൊരു സംഗതിയും കൂടെ നടന്നിട്ടുണ്ട്. അതും ഞാൻ സായിയുടെ വീഡിയോയിലാണ് ആ ഒരു കാര്യം അറിഞ്ഞത്. ഉള്ള കാര്യം പറയാലോ. പിന്നെ ഞാൻ ആദ്യമേ അറിയുന്നത് സായിയുടെ വീഡിയോയിൽ. പിന്നെ ഇന്ന് രാത്രി ആയപ്പോഴത്തേക്ക്, ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ ഒരു മീഡിയ സുഹൃത്തും എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ കാരണം അവിടെ ഒരു ബോക്സർ മോശമായിട്ട് അവിടുത്തെ ഒരു പയ്യനോട് ബിഹേവ് ചെയ്തു, അവനെ തള്ളുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ബോക്സറിനെ പറ്റി അത്ര നല്ല കഥകളല്ല ഞാൻ പിന്നെ കേട്ടതൊന്നും. ബോക്സർ ചേട്ടാ, ഇത് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല അനുഭവിക്കുന്നത്, എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ട്. ഓക്കെ, ബോക്സർ ചേട്ടന്മാർക്ക് മറ്റേ ഇച്ചിരി ജിമ്മൊക്കെ കൂടിയിരിക്കുന്നതിന്റെ ചെറിയ ചൊറിച്ചിൽ കാണാറുണ്ട് ഓൺലൈൻ പിള്ളേരെ കാണുമ്പോൾ.
തള്ളി മാറ്റുക, ഇടിക്കുക, എൻ്റെയൊക്കെ നെഞ്ചത്തൊക്കെ ഇട്ട് നല്ല തള്ളു കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള പരിപാടികളോട് നീയൊക്കെ ചെയ്യുന്ന പരിപാടി അവരെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അരിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ആ കണ്ടന്റ് എടുത്തിട്ടാലേ കയറുള്ളൂ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് അവിടെ വന്ന് കിടക്കുന്നത്. ഈ സായി നേരത്തെ പറഞ്ഞ സായിയുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മറ്റേ വെയിലും മഴയൊക്കെ കൊണ്ട് അതിനു വേണ്ടി തന്നെയാ ആ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടാ. അത് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ചിലപ്പോൾ ചില വീഡിയോ ഒന്നും കേരത്ത് പോലും ഇല്ല, ഒന്നും കിട്ടാറില്ല. എന്നിട്ടും ചില ആളുകൾക്ക് പുച്ഛമാണ് ഓൺലൈൻ മീഡിയാസിനോട്. എന്തിനിത്രയും നിങ്ങളിപ്പോൾ ഓൺലൈൻ മീഡിയാസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പറയും പാപ്പരാസികൾ മറ്റേ എന്താണ് വീഡിയോ എടുത്ത് അങ്ങനെ ചെയ്യുന്നു. ചേട്ടാ, എന്തിന് കാണാനിരിക്കുന്നു? എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കാണാനിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിനകത്ത് ഇങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കല്യാണത്തിന്റെ ഈ എന്താ സിനിമ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ പുറകെ പോയി വീഡിയോ എടുക്കുന്നതും കല്യാണത്തിന്റെ വീഡിയോ എടുക്കുന്നതും കാണാൻ ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നത് ഒരു കല്യാണ വീഡിയോയ്ക്കാണ്. നിങ്ങൾക്കറിയാമോ? ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ ആടെ പുറകെ പോകുന്നത്. വെറുതെ അവരുടെ മാത്രം നെഞ്ചത്ത് കയറരുത്. ഓക്കെ, ബാക്കി അതൊക്കെ ഞങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ള പെർമിഷൻ തരാറില്ല. മീഡിയക്ക് പ്രത്യേക കല്യാണത്തിനായാലും അങ്ങനെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച ഇത്രയും മീഡിയ വന്നത്. പക്ഷെ മഴ നനഞ്ഞിട്ട് പോലും ഞങ്ങളെ അവിടെ പോലും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താ ചേച്ചി, ഈ കാര്യമില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം, ഇത് ഞാൻ അന്വേഷിച്ചു. ഇന്നലെ എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. എൻ്റെ ഫോൺ മുകളിലാണ്. കല്യാണമാണ്, അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രിയും ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രിയാണ്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിയെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ. എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്ന് പറയട്ടെ, മൂന്നാമത്തെ ആൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. ഇത് നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. PR വർക്കിന് ഉപയോഗിക്കുക, പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക. എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞു, ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി, അതാണ് ഞങ്ങളുടെ അന്നെന്ന്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത്. കാരണം നമുക്കറിയാം, നമുക്ക് നിങ്ങളെ അറിയാം. ഈ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് ഈ കല്യാണത്തിനും പരിപാടിക്കൊക്കെ വരുന്നവര് ഇനാഗുറേഷൻ ആണെങ്കിലും ചെല്ലുന്നത് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് എടുക്കുക എന്നുള്ളതാണ്. അതാണ് അവർക്ക് നാളെ പൈസയായി കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടുകാർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഞാനും ഒക്കെ പോയിട്ടുള്ളതാണ്. എനിക്ക് അതുകൊണ്ട് നല്ല വൃത്തിക്കറിയാം. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാതെ നിന്നിട്ടുണ്ട്. ഫുഡ് വേണ്ട, കാരണം നമുക്ക് ഈ ഇപ്പൊ കല്യാണമാണെങ്കിൽ ആ പെണ്ണും ചെറുക്കനും കഴിക്കുന്ന വീഡിയോ വരെ നമ്മൾ എടുത്തെടുക്കും. അതുവരെ നമ്മൾ ഇടാറുണ്ട്. അതിനൊക്കെ നല്ല റീച്ചാ, കാണാൻ ആൾക്കാരുണ്ട്. തെറി പറയാൻ ഒരു സൈഡിൽ നിന്ന് കുറെ പേരുണ്ടെങ്കിൽ കാണാനൊക്കെ നല്ല റീച്ചുള്ള സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ കഴിക്കേണ്ട സമയം നമ്മൾ കഴിക്കത്തില്ല, നമ്മൾ ആ വീഡിയോ എടുക്കും. ഇതൊക്കെ എന്താ സാധാരണക്കാർ മനസ്സിലാക്കാത്തത്? ഇപ്പൊ സായിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നില്ല, അതുകൊണ്ടാണ് സായി ഇപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ്. പക്ഷെ ഞാൻ പറയുന്നല്ലോ, സായി എന്താ ഓൺലൈൻ മീഡിയാസിനെ ഒന്നും ഇവിടെ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല കേട്ടോ. കൂടുതലും ഓൺലൈൻ മീഡിയാസിനെ സപ്പോർട്ട് ചെയ്യാണ് സായി ചെയ്തത്, അത് വേറെ കാര്യം. പക്ഷെ സായി ആ ചെയ്തതിന്റെ കൂട്ടത്തിൽ ഇവരുടെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. സായി പറഞ്ഞ പല കാര്യങ്ങളും ഇവരെ പോയിന്റ് ചെയ്ത് മാത്രമല്ല, സായി പൊതുവായിട്ട് പറഞ്ഞതാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം ഒരു വ്യക്തി അവരെ വെച്ച് സംസാരിച്ചു തുടങ്ങി ഓൺലൈൻ മീഡിയാസിന്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെ മാനസികാവസ്ഥ വെച്ച് അവരെ കുത്തിയതുപോലെ തന്നെ ഇരിക്കും സായി അത്. സോ അത് സായി ചെയ്തത് ശരിയായില്ല. എന്തിനാണ് ഇത്ര ആക്രാന്തം? 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ കണ്ടന്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ, പോരായിരുന്നോ? അപ്പത്തേക്ക് അവരും ഒന്ന് ഓക്കെ ആയിരുന്നു. ഇത് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഈ പെൺകുട്ടിയോട് ഈ മാധ്യമപ്രവർത്തകൻ ഈ പെൺകുട്ടിയോട് ആ ഒരു ഓൺലൈൻ മീഡിയയിലെ പയ്യൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അവളുടെ മുഖം പോയത് നീ കണ്ടില്ലേ? അത് കണ്ട നീ പിന്നെ എന്തിനാണ് അത് വെച്ച് പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ നിന്നത്? നീ അത് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയേണ്ട വന്നത്. ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇതിന്റെ പുറകെ പോകത്തില്ലടേ. വേറെ കണ്ടന്റ് ഉണ്ട്, ഇല്ലാഴികൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇതെനിക്കൊന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നി. അപ്പോൾ ഓൺലൈൻ മീഡിയയെ പറ്റി എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഇമേജ് മാറ്റുക. അവർക്കും ജീവിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ ഈ സാധനം പൊക്കിപ്പിടിച്ച് നടക്കുന്നത്? അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ട്, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്. കല്യാണത്തിന്റെ അല്ല, കല്യാണത്തിന് അവർക്ക് ബുദ്ധിമുട്ടാണ്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. ചിലവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അത് വിറ്റവർക്ക് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വിൽക്കാനാണെങ്കിൽ കല്യാണം അവർക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന്. അതിനകത്താണ് ഞാൻ സായിയോട് യോജിക്കാത്തത്. അതെനിക്ക് തോന്നുന്നില്ല സായി. കല്യാണം അവർക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവരുടെ സ്വന്തം ചാനൽ ഇട്ടാൽ മതിയടാ, അത് പുറത്തു കൊടുക്കേണ്ട കാര്യമില്ല. വെഡ്ഡിങ്, സായിക്ക് അറിയാത്തൊരു കാര്യം ചിലപ്പോൾ അതായിരിക്കാം. സായി വെഡ്ഡിങ് വീഡിയോയ്ക്കാണ്, കല്യാണം
മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും കൂടുതൽ റീച്ച്. അത് നോർമൽ ഒരാളുടെ വീഡിയോ ആണെങ്കിൽ പോലും കാണും. പിന്നെ ഇച്ചിരി സെലിബ്രിറ്റി ആണോ ഉറപ്പായിട്ടും കാണും. അത് മറ്റുള്ള ചാനൽ വഴി പോകാതിരിക്കാനേ നോക്കുള്ളൂ. സ്വന്തം ചാനൽ വഴി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദിയയുടെ ഒക്കെ കണ്ടില്ലേ മില്യണാ അടിക്കുന്നത്. കാരണം അതാണ് ഏറ്റവും നല്ലത്, പുറത്തു കൊടുക്കേണ്ട കാര്യമില്ല. അത് നീ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ആ ഒരു വർത്താനം പറയാൻ. ഓക്കെ, അതെനിക്കിവിടെ ഒന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെന്നറിയാം, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഓക്കെ, ഒരു കാര്യം കൂടി എനിക്ക് ഒരു വിഷയത്തിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി. കുറച്ച് മുമ്പ് വരെ നിങ്ങൾ കണ്ടത് ഞാൻ ഇന്നലെ രാത്രിയിൽ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇത് ഞാൻ രാവിലെ കുത്തി എണീറ്റിരുന്ന് ചെയ്യുന്ന ബാക്കി വീഡിയോ ആണ്. കാരണം ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് സായി അണ്ണന്റെ ഫാൻസും എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു. സായി അണ്ണന്റെ വക ഒരു കാലക്കം വീഡിയോ കാണും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി. ഇന്ന് എന്തായാലും സായി അണ്ണൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അതിനകത്ത് അണ്ണൻ വന്നിട്ട് മറ്റേ മാപ്പും കോപ്പും ഒന്നും ആരോടും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാപ്പ് പറയാനുള്ള വലിയ തെറ്റൊന്നും അണ്ണൻ ചെയ്തിട്ടില്ല. പിന്നെ ആകെ ചെയ്തത് കുറച്ച് മണ്ടത്തരങ്ങൾ അണ്ണന്റെ വായിന്ന് വീണു. പ്രത്യേകിച്ച് അണ്ണൻ ഈ പറയുന്നുണ്ടല്ലോ, ഈ കല്യാണം കഴിക്കുന്ന സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അവരൊക്കെ ഈ മീഡിയാസിനെ വിളിക്കുന്നത് അവരുടെ കല്യാണം കുറച്ചും കൂടെ ഒന്ന് ഒരു ബൂസ്റ്റപ്പ് കിട്ടാൻ, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെയുള്ള കുറച്ച് മണ്ടത്തരങ്ങൾ അണ്ണന്റെ വായിന്ന് വീഴുന്നുണ്ടെന്നേ ഉള്ളൂ. അണ്ണൻ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഈ കഴിഞ്ഞ ദിവസം അണ്ണന്റെ കൂട്ടുകാരനായിട്ടുള്ള ബിഗ് ബോസിലെ താരം സിജോയുടെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ എല്ലാം കവറപ്പ് ചെയ്ത് സോഷ്യൽ മീഡിയ പല ചാനൽസിലൊക്കെ ഇട്ടല്ലോ. പണ്ഡിന്റെ കൂട്ടുകാരൻ പബ്ലിസിറ്റിക്ക് കുറച്ചുകൂടെ എന്തായാലും മാറിയിരിക്കുമോ മൊത്തത്തിൽ. അത്ര വലിയ ഗുമ്മൊന്നും ഇപ്പൊ കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗുമ്മ കൂട്ടാൻ വേണ്ടി ചെയ്തതാണോ അണ്ണ? അല്ല, എൻ്റെ ഒരു സംശയമാണ്. തന്നെയാണല്ലോ ഇപ്പൊ ഇത് പറഞ്ഞത്. ഒരിക്കലും എനിക്കത് തോന്നുന്നില്ല. അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും അവരുടെ ബാക്കി എന്ത് ഫംഗ്ഷനും ചിലപ്പോൾ അവര് ഈ നമ്മുടെ മീഡിയാസിനെ വിളിച്ചിട്ട് ഒന്ന് അവർക്ക് കവറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റി ആവാൻ വേണ്ടി അവർ ചെയ്യും. പക്ഷെ കല്യാണം ഒരിക്കലും അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം കല്യാണത്തിന് മീഡിയാസ് ഒരുപാട് ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. പിന്നെ അവർക്കെല്ലാം ഈ പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റീസിനൊക്കെ യൂട്യൂബിലൊക്കെ ചാനൽ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ വേറെ ആൾക്കാരെ കൊണ്ട് അവരുടെ ചാനലിന് വേണ്ടി കവർ ചെയ്തിടിക്കാനേ നോക്കത്തുള്ളൂ. കാരണം അവർക്കതാണ് ഗുണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതേ ചെയ്യുള്ളൂ. ആ ഒരു കാര്യത്തോട് അണ്ണൻ പറഞ്ഞതിനോട് ഒരു രീതിയിലും എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അണ്ണ, ഒരു പെങ്കൊച്ചാണ് അണ്ണ നിങ്ങൾ കാരണം അവളുടെ കല്യാണത്തിന്റെ 2ാമത്തെ ദിവസം ഈ നിന്ന് സങ്കടപ്പെട്ട ഓരോ കഥകൾ പറയുന്നത്. അണ്ണൻ അതുകൊണ്ട് തന്നെ അണ്ണൻ ഈ കണ്ടന്റ് പിന്നെ ചെയ്യായിരുന്നു. ഒരാളുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അണ്ണൻ ഡയറക്റ്റ് ആയിട്ട് അണ്ണൻ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യമാണത്. അണ്ണൻ ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുത്തു. പക്ഷെ അത് കാണുന്നവർക്ക്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന്റെ വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അണ്ണൻ എന്തിനാ ഇവരെയൊക്കെ ഇങ്ങനെ പറയുന്നത്. എനിക്ക് തോന്നി അണ്ണൻ ശരിക്കും ഇപ്പൊ ശ്രീവിദ്യയും ആ വ്യക്തിയും കല്യാണം കഴിച്ച രാഹുൽ എന്ന് പറയുന്ന ആളും വന്ന് പറയുന്ന പോലെ തന്നെ അവർക്കിട്ട് കൊടുത്ത പോലെ തന്നെ നമ്മൾ ആദ്യമേ കാണുമ്പോൾ തോന്നും. പക്ഷെ ഒന്നുകൂടെ ഇവരിത് പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പ്രോപ്പറായിട്ട് ഒന്നുകൂടെ ലിസൺ ചെയ്ത് നോക്കി. അപ്പോഴത്തേക്ക് അണ്ണൻ അങ്ങനെ അവരെ മാത്രമായിട്ടല്ല ടോട്ടലായിട്ട് പറയുന്നതാണ്. പക്ഷെ എന്താണെങ്കിലും മൊത്തത്തിൽ പറഞ്ഞതാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് കൊള്ളുവണ്ണ, പ്രത്യേകിച്ച് അവരുടെ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം. സോ ഈ ഒരു കാര്യം ഇപ്പം അണ്ണൻ ചെയ്തത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അണ്ണന് പറയായിരുന്നു. അണ്ണൻ അതിനുള്ളൊരു സാവകാശം കൊടുത്തില്ല. കാരണം എത്രയും പെട്ടെന്ന് കണ്ടന്റ് വേണ്ട അണ്ണന്റെ തെറ്റൊന്നുമല്ല, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ചെയ്തപ്പോഴത്തേക്ക് ഒരു പെങ്കൊച്ചാണ് അണ്ണ അവിടെ സങ്കടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഒരു അണ്ണന് വലിയ ഏതുള്ള കാര്യമൊന്നുമല്ല, ഒരു സോറി പറഞ്ഞങ്ങ് പോവുക. പക്ഷെ അണ്ണൻ ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അണ്ണൻ വലിയ ടീമല്ലേ. അപ്പൊ അണ്ണൻ അങ്ങനെ സോറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. ആ ഒരു മൂടും പിടിച്ച് ചിലപ്പോൾ ഇരിക്കുമായിരിക്കും. ഇന്ന് വന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് കഥയും കാണും അണ്ണന്റെ വക. ഇന്ന് കഥ കാണും, ഉറപ്പുള്ള കാര്യം. അല്ലെങ്കിൽ ഇന്നലെ തന്നെ അണ്ണന് ഓൺലൈൻ മീഡിയക്കാരെ ഒന്നും വിളിച്ച് രാത്രിയിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു പ്ലാനിങ്ങിന്റെ പുറകെ എന്തായാലും അണ്ണന്റെ വക കാണും. അതില്ലാന്നൊക്കെ ഇവിടുത്തെ കുറെ മണ്ടന്മാര് വിശ്വസിച്ചോളും. നമ്മുടെ അടുക്കൽ അത് നടക്കത്തില്ല അണ്ണ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്കങ്ങ് പറഞ്ഞ് നിർത്തണമെന്ന് തോന്നിയൊരു കേസ് ഈ അണ്ണന്റെ കാര്യത്തിൽ. അണ്ണൻ കൊള്ളാല്ലേ, അണ്ണൻ സൂപ്പറാ. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. നടക്കട്ടെ അണ്ണ, ചില്ലേ.